പ്രിയമുള്ളവരെ, മെനഞ്ഞാന്നത്തെ ഹിന്ദു ദിനപത്രത്തിൽ കൗതുകകരവും എന്നാൽ സുപ്രധാനവുമായ ഒരു വാർത്തയുണ്ടായിരുന്നു. ആ വാർത്ത ഇങ്ങനെയാണ്: നാഗാലാൻഡ് അസംബ്ലി ടു ഡിസ്കസ് ഇൻഫ്ലുവൻസ് ഓഫ് ഡേവിൾ വർഷിപ്പ്. അതായത് പിശാചാരാധനയെക്കുറിച്ച് നാഗാലാൻഡ് അസംബ്ലിയിൽ ചർച്ച ചെയ്യുന്നു. അതിൻ്റെ കാരണം അവിടുത്തെ പീപ്പിൾസ് പാർട്ടി MLA ആയ കുഴലൂർ സുനീനുവിൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഈ ചർച്ച നടക്കുന്നത്. കാരണം ഈ ക്രൈസ്തവ മതം ഭൂരിപക്ഷമുള്ള ആ നാട്ടിൽ അവിടെ പിശാചാരാധന തുടങ്ങിയിരിക്കുന്നു എന്നല്ല, അത് വളരെ കൂടുതൽ വർദ്ധിച്ചു വരുന്നു. അതിൻ്റെ കാരണം ചെറുപ്പക്കാരെ വശീകരിക്കുന്നതിനായി അവർ 1,00,000 രൂപ അല്ലെങ്കിൽ ഒരു ബൈക്ക് എന്ന നിരക്കിലാണ് അവിടെ സംഭാവന പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജനങ്ങൾ കൂട്ടത്തോടെ ഈ പിശാചാരാധനയിലേക്ക് ഒഴുകുന്നു. ഈ പിശാജ് ആരാധന ഒരു പിശാജ് മതമായി പരിണമിച്ചുകൊണ്ടിരിക്കുന്നു. അത് ലോകമാകെ വ്യാപിക്കുമെന്നാണ് അദ്ദേഹം ഭയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ മതത്തെ, ആ പിശാചാരാധനയെ നിരോധിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ട് അതിന്മേലുള്ള ചർച്ചയാണ് അവിടെ നടക്കുന്നത്. ഞാൻ ആ ചർച്ചയെക്കുറിച്ചല്ല ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതെന്തുമായിക്കോട്ടെ, പിശാച് മതം എന്നൊരു മതം വളർന്നു വരികയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതം വളർന്നു വരുന്നതിനോ എനിക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷേ അതിൻ്റെ ഭവിഷ്യത്തുകൾ നമ്മൾ മനസ്സിലാക്കണം. ഈ പിശാചാരാധനക്കാർ ഇവിടെ വളർന്നു വരുന്ന ഒരു സംഘടനയാണ്. അവരെ നിരോധിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ നിരോധനം കൊണ്ടൊരു സംഘടന ഇല്ലാതാകുമായിരുന്നെങ്കിൽ RSS എന്ന സംഘടന എന്നേ ഇല്ലാതാകേണ്ടതായിരുന്നു. കാരണം ഇവിടെ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി സർദാർ വല്ലഭായി പട്ടേൽ ആ സംഘടന നിരോധിച്ചതാണ്. എന്നിട്ട് പലതവണ ആ സംഘടന നിരോധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ RSSൽ നിന്ന് ചാടിപ്പോയി കുറേ നേതാക്കന്മാർ BJP എന്നൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി. ആ BJP ഇന്ന് രാജ്യം ഭരിച്ച് ഇവിടെ ഹൈന്ദവ വൽക്കരണത്തിലേക്ക്, അതായത് ഹിന്ദു രാജ്യത്തിലേക്ക് ജനങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ലോക ചരിത്രത്തിലാദ്യമായി ക്രിസ്തുമത അനുയായികൾ പിശാച് മതം എന്നൊരു മതം നാഗാലാൻഡിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ മതം ലോകമാകെ പടർന്നു പന്തലിക്കുമെന്ന് ഉറപ്പായ സ്ഥിതിക്ക് എല്ലാ മതങ്ങളെയും സമഭാവനയോടെ സ്വീകരിക്കുന്ന രാഹുൽ ഈശ്വറിനെ പോലുള്ള വർഗീയ സൈദ്ധാന്തികന്മാരും പിശാച് മതത്തെ കൈനീട്ടി സ്വീകരിക്കുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. 1752 തോമാസ് ലീഗ കേരളത്തിൽ വന്നുവെന്നും ക്രിസ്തുമതം സ്ഥാപിച്ചുവെന്നും ക്രിസ്തുമതം പ്രചരിപ്പിച്ചുവെന്നും അദ്ദേഹം ചരിത്ര പുരുഷനാണെന്നും വാദിക്കുന്ന, അതുപോലെ തന്നെ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും സോക്രട്ടീസും ഒക്കെ ചരിത്ര പുരുഷന്മാരാണ്, അവർ ജീവിച്ചിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ക്രിസ്തു ജീവിച്ചിരുന്നെന്ന് വിശ്വസിച്ചുകൂടാ എന്ന് പ്രഖ്യാപിക്കുന്ന രാഹുൽ ഈശ്വറിനോട് ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ പിശാജ് ഒരു ചരിത്ര പുരുഷനല്ലേ? പിശാജിൻ്റെ ചരിത്രം, അതിൻ്റെ പാരമ്പര്യവും സംസ്കാരവും പിശാജ് എങ്ങനെയാണ് കേരളത്തിലെത്തിയത് എന്നതിനെക്കുറിച്ച് വിശദമായി തന്നെ രാഹുൽ ഈശ്വറും പുരോഹിത സൈദ്ധാന്തികന്മാരും പറയണമെന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പിശാജിൻ്റെ ഒരു സിനിമാ കഥ പോലെയാണ് ബൈബിൾ കഥയും. ഈ ക്രിസ്തു നായകനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതിനായകനാണ് ഈ പിശാജ് എന്നത്. അദ്ദേഹത്തെ ധാരാളം ബുദ്ധിമുട്ടിക്കുന്ന കഥകളൊക്കെ ബൈബിളിലുണ്ട് എന്ന് മാത്രമല്ല ജനങ്ങൾക്കിടയിലുണ്ട്. ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇവിടെ ഈ ഭൂമുഖത്ത് വെട്ടവും വെളിച്ചവും ഉണ്ടാകുന്നത് വരെ പിശാച് ബാധിച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും അത് ചെറുതായ രീതിയിൽ ഇവിടെ നടന്നുകൊണ്ടുവരിക്കുന്നു. അതിന് തെളിവാണ് അവരുടെ മതത്തിലെ പുരോഹിതന്മാരും കൊമ്രിയക്കാരും കടമുറ്റത്ത് കത്തനാരച്ചൻ വരെ വാതയൊഴിപ്പുകാരായിരുന്നു. ഇങ്ങനെ ഇവിടെ ഹിന്ദുമതത്തിലെ യക്ഷികളും രാക്ഷസന്മാരും ക്രിസ്തുമതത്തിലെ പിശാചുക്കളും മുസ്ലിം മതത്തിലെ ഇബിലീസുകളും ജിന്നുകളുമൊക്കെ ഇവിടെ മതം സ്ഥാപിച്ച് വളർന്നു വന്നാൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥ എന്താണ്? ഇങ്ങനെ ക്രിസ്തുമതത്തിൽ നിന്ന് രാത്രികാലങ്ങളിൽ സഞ്ചരിക്കാൻ കഴിവില്ലാതിരുന്നതുപോലെ യക്ഷികളെയും പിശാചുക്കളെയും ഒക്കെ മതങ്ങളുണ്ടാക്കി നമ്മുടെ രാജ്യം നശിപ്പിക്കാനാണ് വർഗീയ ഫാസിസ്റ്റ് സൈദ്ധാന്തികന്മാരുടെ ശ്രമമെങ്കിൽ ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ,
ആധുനിക ശാസ്ത്രീയ വികസനം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ബഹിരാകാശ സഞ്ചാരം വരെ നടത്തുന്ന മനുഷ്യർ ഇവിടെ ജീവിച്ചു വരുമ്പോൾ ഈ പിശാച് മതം സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ യക്ഷിമതം സൃഷ്ടിക്കുന്ന ഇത്തരം വർഗീയ ഫാസിസ്റ്റ് ചിന്താഗതിക്കാരും ഈ പുരോഹിതന്മാരും ഈ നാട്ടിൽ ജീവിക്കാൻ യോഗ്യരാണോ അല്ലയോ എന്ന് ഇവിടുത്തെ ജനങ്ങൾ ഉറക്കെ ചിന്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.